വളരെ പ്രധാനപ്പെട്ട രണ്ട് ന്യൂസുകൾ പങ്കുവെക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. ഇവിടെ ഒന്ന്, കേന്ദ്ര സർക്കാർ പുതിയ തീരുമാനം എടുത്തിരിക്കുകയാണ്. 5ലും 8ലും വാർഷിക പരീക്ഷ വിജയിച്ചാൽ മാത്രം ക്ലാസ് കയറ്റം. അതായത് മുൻപത്തെ പോലെ ഓൾ പാസ് സിസ്റ്റം എന്നുള്ളത് ഒഴിവാക്കിയിട്ട് 5ലും 8ലും ഒരു പൊതുപരീക്ഷ പോലെ ഉണ്ടാവും. അത് വിജയിച്ചാൽ, അല്ലെങ്കിൽ വാർഷിക പരീക്ഷ ഉണ്ടാവും, ആ വാർഷിക പരീക്ഷ വിജയിച്ചാൽ മാത്രമാണ് ക്ലാസ് കയറ്റം ഉണ്ടാവുക എന്നുള്ളതാണ്. എന്നാൽ കേരളം ഓൾ പാസ് സിസ്റ്റം തുടരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിലവാരം ഉറപ്പാക്കും. മുമ്പ് വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് കുട്ടികളുടെ പഠന നിലവാരം, വിദ്യാഭ്യാസ നിലവാരം ഉറപ്പാക്കണം, പിന്നീടുള്ള കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഊർജിതമായിട്ടുള്ള ശ്രമങ്ങൾ വേണം എന്നെല്ലാം പറഞ്ഞിരുന്നു. ഇപ്പോൾ ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഇവിടെ അങ്ങനെ കാണാൻ സാധിക്കും. എന്താ സംഭവിക്കാന്നറിയില്ല. പക്ഷേ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്താ സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, ഹയർ സെക്കൻഡറി കേരള സിലബസിലേക്ക് ഒഴുക്ക് കുറയുന്നു. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഹയർ സെക്കൻഡറിയുടെ കേസാണ്, ഹൈസ്കൂളിന്റെയോ LP-യുടെയോ പ്രൈമറിയുടെയോ കേസല്ല. ഹയർ സെക്കൻഡറിയിൽ കേരള സിലബസിലോട്ടുള്ള ഒഴുക്ക് കുറയുന്നു. നമുക്കറിയാം, സാധാരണ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഇനി CBSEയിൽ 10th വരെ പഠിച്ചാലും +1 +2 നമ്മൾ അടുത്തുള്ള ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിലൊക്കെ ചേരുന്നതായിരുന്നു പൊതുവേ ഉള്ളൊരു ശീലം എന്നുള്ളത്. അതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാരണം എന്നുള്ളത് ഫീസ് കുറവാണ് എന്നുള്ളതാണ് ഡെഫിനറ്റ്ലി. രണ്ടാമത്തെ റീസൺ എന്നുള്ളത് CBSE ആവട്ടെ സ്റ്റേറ്റ് ആവട്ടെ ഒരേ സിലബസ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ CBSEയിൽ പ്രത്യേകം പോയി പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള ചിന്തയാണ്. മൂന്നാമത്തെ കാര്യം എന്നുള്ളത് സ്റ്റേറ്റ് സിലബസിലാണ് ഏറ്റവും നന്നായിട്ട് മാർക്ക് കിട്ടുക. CBSEയിൽ മാർക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മുൻപൊക്കെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലും അത്തരത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ പല യൂണിവേഴ്സിറ്റികളിലും +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അഡ്മിഷൻ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ കീമിന്, കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന് 50% +2 മാർക്ക് പരിഗണിക്കുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് സിലബസിൽ പഠിക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു തോന്നൽ പൊതുവെ ഉണ്ടായിരുന്നു. പക്ഷേ ആ തോന്നൽ കുറഞ്ഞു വരികയാണ്. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CBSEയിൽ 10ാം ക്ലാസ് പാസ്സായവരുടെ എണ്ണം ഏകദേശം 59,000 ആളുകളാണ്. അതിൽ കേരള സിലബസിലെത്തിയവർ 19,382, 32%. മുൻ വർഷങ്ങളിൽ അത് ഏകദേശം 42%, 48%, 51% എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. സിമിലർലി ICSEയിൽ ഏകദേശം 46% കുട്ടികൾ അതല്ലാത്ത സിലബസിലോട്ട് പോയിരുന്നെങ്കിൽ, കേരള സിലബസിലോട്ട് പോയിരുന്നെങ്കിൽ ആ കേരള സിലബസിലോട്ട് 47%-ന് പകരം 31% മാത്രമാണ് ഇപ്പോൾ പോകുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ എന്താണ് ഇതിനുള്ള റീസൺ എന്നുള്ളത്? ഇതിനുള്ള റീസൺ ഈ മാർക്ക് വാരിക്കോരി കൊടുത്തിട്ട് കുട്ടികളുടെ ഒരു വിദ്യാഭ്യാസ നിലവാരം താഴോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിന് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ റീസൺ, ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി പോലെയുള്ള സ്ഥലങ്ങളിൽ അവർ +2 മാർക്കിനെ ആശ്രയിക്കുന്നത് നിർത്തിയിട്ട് അവർ CUT കോമൺ യൂണിവേഴ്സിറ്റീസ് എൻട്രൻസ് ടെസ്റ്റ് വന്നു. കോമൺ യൂണിവേഴ്സിറ്റീസ് എൻട്രൻസ് ടെസ്റ്റ് വഴി കഴിഞ്ഞ വർഷമൊക്കെ ഏകദേശം 300-400 ആളുകളാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത മലയാളികളുടെ എണ്ണം. അതിന് മുൻപത്തെ വർഷം 2,500 ആയിരുന്നു. അപ്പോൾ മത്സര പരീക്ഷകളിൽ നമ്മുടെ കുട്ടികൾ പൊതുവെ വളരെ പിന്നിലാണ്. മത്സര പരീക്ഷകളിൽ ഏകദേശം CBSEയിൽ പഠിക്കുന്ന കുട്ടികളാണ് മുന്നിൽ പോകുന്നത് എന്നുള്ളത് നഗ്നമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ കീമ് പോലത്തെ പരീക്ഷകൾ എടുക്കുകയാണെങ്കിലും അവിടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് പോവുകയാണെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗിലെ നോർമലൈസ്ഡ് സ്കോറിന്റെ അടിസ്ഥാനത്തിലുള്ള റാങ്ക് ലിസ്റ്റ് ആണിത്. ഓക്കെ, എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന് 2 പാർട്ട് ഉണ്ട്. ഒന്നാമത്തെ പാർട്ട് എന്നുള്ളത് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന്റെ നോർമലൈസ്ഡ് സ്കോർ ആണ്. രണ്ടാമത്തെ പാർട്ട് എന്നുള്ളത് +2 മാർക്കാണ്. ഈ +2 മാർക്കിന്റെയും രണ്ടിന്റെയും കൂടി ഒരു 50% എടുത്തിട്ടാണ് അവരുടെ റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. ഈ ഒരു റാങ്ക് ലിസ്റ്റ് 1 to 47 ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് എഞ്ചിനീയറിംഗ് എൻട്രൻസിന് വാങ്ങിയ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ നോക്കൂ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 47 ആള് ഫസ്റ്റ് പേജിലെ 47 18 ആള് ഈ യെല്ലോ വരച്ചിട്ടുള്ളത് എന്താണ്? സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച ആൾക്കാരാണ്. അപ്പൊ 47 18 ആളുകൾ സ്റ്റേറ്റ് സിലബസ് പഠിച്ച ആൾക്കാരാണ്, വിച്ച് ഈസ് നോട്ട് ബാഡ്. ഏകദേശം പകുതിന്റെ അടുത്ത് അല്ലെങ്കിൽ 40% ആളുകൾ സ്റ്റേറ്റ് സിലബസ് പഠിച്ച ആളുകളാണ്. നിങ്ങൾ അവരുടെ നോർമലൈസ്ഡ് സ്കോർ നോക്കൂ. ഫോർ എക്സാമ്പിൾ, റിയ ആനി റൂബർട്ട് ആൻഡ് നെവിൻ സിബി, 2 ആളുകൾക്കും 291.6145. ഒന്നാം റാങ്ക് ഒന്നുള്ള ദേവാനന്ദ്, ഹാഫിസ് റഹ്മാൻ എല്ലിക്കോട്ടിൽ, അലൻ ജോണിയാനിൽ, ജോർദാൻ ജോയ്, റിയ ആനി റൂബർട്ട്, നെവിൻ സിബി, ഈ 6 ആളുകൾക്കും ഒരേ സ്കോറാണ് എഞ്ചിനീയറിംഗ് എൻട്രൻസിലുള്ളത്, 291.6145. അതിൽ 4 ആളുകൾ CBSE-കാരാണ്, 2 ആളുകൾ സ്റ്റേറ്റ് സിലബസുകാരാണ്. ഇനി റിയ ആനി റൂബർട്ടിന് +2 മാർക്ക് നോക്കുക. മാത്സിൽ 120,
ഫിസിക്സിൽ 120, കെമിസ്ട്രിയിൽ 120. നെവിൻ സിബിയുടെ നോക്കുക, മാത്സിന് 120, ഫിസിക്സിന് 119, കെമിസ്ട്രിയിൽ 120. എന്നിട്ട് ഇവരുടെ റാങ്കുകൾ നോക്കുക, റൈറ്റ്? ഇവരുടെ റാങ്കുകൾ നോക്കുക. ഫസ്റ്റത്തെ 4 ആളുകൾ ഇവരുടെ അതേ മാർക്ക് കിട്ടിയ ആളുകൾ ദേവാനന്ദും ഹാഫിസ് റഹ്മാനും അലൻ ജോണിയും ജോർദൻ ജോയും 1, 2, 3, 4 റാങ്കുകൾ നേടിയപ്പോൾ റിയ ആനി റൂബർട്ട് നേടിയത് 25 റാങ്കാണ്. 25 റാങ്ക്. ഇവരുടെ അതേ മാർക്ക് കിട്ടിയ കുട്ടിയാണ്, +2 മുഴുവൻ മാർക്ക് കിട്ടിയ കുട്ടിയാണ്, പക്ഷെ 25 റാങ്കാണ്. നെവിൻ സിബിക്ക് 1 മാർക്ക് മാത്രം പോയപ്പോൾ നെവിൻ സിബിക്ക് കിട്ടിയ റാങ്ക് 84ആണ്. 25 അല്ല, 84ആണ്. 1 മാർക്ക് മാത്രമാണ് +2 പോയത്. അടുത്തത് ഹരികൃഷ്ണന് 101ആണ്. അതായത് എല്ലാ സ്റ്റേറ്റ് സിലബസ് കുട്ടികളും പിന്തള്ളപ്പെട്ടു പോയി. എവിടെ? നോർമലൈസേഷൻ വന്നപ്പോൾ. എന്താ ഇതിന് റീസൺ എന്നുള്ളത്? ഇതിന് റീസൺ എന്നുള്ളത് +2 മാർക്കിന്റെ നോർമലൈസേഷൻ, 12th മാർക്കിന്റെ നോർമലൈസേഷൻ വന്നപ്പോൾ, അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസേഷൻ വന്നപ്പോൾ ഇവിടെ CBSEയിലും സ്റ്റേറ്റിലും കുട്ടികൾ എന്തായിപ്പോയി? കുട്ടികൾ തമ്മിൽ വലിയ അന്തരം വന്നു. CBSE കുട്ടികൾക്ക് വലിയ അഡ്വാൻറ്റേജ് കിട്ടി. അപ്പോൾ ഇത്തരത്തിൽ ഇതെന്താ റീസൺ? ഒന്ന് ഓവർ ലിബറൽ വാല്യുവേഷൻ ആണ്, 2 പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള പരീക്ഷകളാണ്. നമ്മൾ പരീക്ഷയുടെ തലേന്നുള്ള ലൈവ് മാമങ്ങളും മറ്റ് പരിപാടികളൊക്കെ ഇപ്പോൾ വിമർശിക്കപ്പെടുമ്പോൾ ഇവിടെ എന്താ ആക്ച്വലി സംഭവിക്കുന്നത്? നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചോരുന്നു എന്നുള്ള ഒരു പ്രശ്നം ഒരു സൈഡിൽ, ഇതൊന്നും ചോർന്നില്ല എന്നുണ്ടെങ്കിലും വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് പരീക്ഷകൾ നടക്കുന്നത് എന്നുള്ള പ്രശ്നം മറ്റൊരു സൈഡിലുണ്ട്. ഈ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പരീക്ഷകൾ നടക്കുമ്പോൾ കുട്ടികൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള റാങ്കും മാർക്കുകളുമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എനിക്ക് തോന്നുന്നു നിവിൻ സിബിക്ക്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിവിൻ സിബിക്കാണ് JEE അഡ്വാൻസിൽ കേരളത്തിൽ ടോപ്പറായിട്ട് വന്ന ആള് നിവിൻ സിബിയാണ്. റാങ്ക് എനിക്ക് ഓർമ്മയില്ല, എൻ്റെ ഓർമ്മ വെച്ച് പറയാട്ടോ. സോ അങ്ങനത്തെ ഒരാൾക്ക് കേരള എൻട്രൻസിൽ റാങ്ക് 84 പോയി. എന്താ കാരണം? അവനത് യൂസ്ഫുൾ ആയി വന്നില്ല, അവൻ ഒരു IIT പോയി ചേർന്നിട്ടുണ്ടാവും. പക്ഷെ എന്താ റീസൺ എന്നുള്ളത് ഈ മാർക്ക് സമീകരണമാണ്. ഈ മാർക്ക് സമീകരണത്തിൽ നമ്മൾ ഫോർമുലയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആരാ കുറ്റക്കാര്? ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ആണ് കുറ്റക്കാർ. അപ്പൊ ഇത്തരത്തിലുള്ള അബദ്ധജടിലമായിട്ടുള്ള നയങ്ങൾ ഉണ്ടാവരുത്. ഈ ഓൾ പാസ് സിസ്റ്റവും എല്ലാവർക്കും A+ വാരിക്കോരി കൊടുക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള ലക്ഷ്യബോധമില്ലാത്ത രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ, മറ്റു കാര്യങ്ങളെല്ലാം കുട്ടികൾക്കാണ് അവസാനം തിരിച്ചടിയായി ബാധിക്കുന്നുള്ളത്. കുട്ടികൾ മനസ്സിലാക്കണം. എന്നെ വന്ന് ചീത്ത വിളിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. കഴിഞ്ഞ വീഡിയോസിൻ്റെ ഒക്കെ താഴെ സാർ എന്താണ് അങ്ങനെ ആക്കുന്നത്, ഇങ്ങനെ ആക്കുന്നത്, ഇതൊക്കെ ഇങ്ങനെയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിക്കുന്ന കുട്ടികളുണ്ട്. ഇത് നിങ്ങളെപ്പോലുള്ള കുട്ടികളുടെ മാർക്കുകളാണ്, നിങ്ങളുടെ ഭാവിയെ വെച്ചിട്ടാണ് ഈ ആളുകളൊക്കെ കളിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണോ ലക്ഷ്യം? നമ്മൾ വളരെ നേരത്തെ ഒരുങ്ങേണ്ടതുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ കീഴിലുള്ള X&Y ലേണിംഗിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ക്ലാസ് 6 മുതൽ 10 വരെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ പ്രോഗ്രാം, നീറ്റ്, JEE, CUET, UPSC പോലുള്ള എക്സാംസ് എഴുതാൻ പോകുന്ന മിടുക്കരായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാം ഉണ്ട്. രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ള ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ 11th JEEക്ക് വേണ്ടി പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡഡ് JEE പ്രോഗ്രാം നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ അഡ്മിഷൻസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്നുള്ളത് നമ്മുടെ കുട്ടികളുടെ ഭാവി വെച്ച് കളിക്കരുത്. പുതിയ നിയമനിർമ്മാണങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടി ആലോചിച്ചിട്ടുള്ള കാര്യങ്ങൾ വരണം. അതോടൊപ്പം പരീക്ഷ കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡുള്ള പരീക്ഷയാവണം. മൂല്യനിർണ്ണയം കൃത്യമായുള്ള രീതിയിൽ അവകാശപ്പെട്ട മാർക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന രീതിയിലുള്ള മൂല്യനിർണ്ണയമാവണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് സംഭവിക്കുക. കുട്ടികൾ സ്റ്റേറ്റ് സിലബസിലോട്ട് വരാതെയാവും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് ഇത് പാരൻസിന്റെ മേലെ എക്കണോമിക് ബേർഡൻ കൂടി ഇത് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക. സ്റ്റേറ്റ് സിലബസിൽ വന്നിട്ട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടിയില്ലെങ്കിൽ എന്താ പ്രശ്നം? അത് പാരൻസിന്റെ മേലെ ബേർഡനാണ്. പാവപ്പെട്ടവനും കുട്ടികളെ CBSE സ്കൂളിൽ അയക്കാൻ നിർബന്ധിതരാവുന്ന കാരണം നിങ്ങൾ നോക്കൂ, ഒരു റാങ്ക് ഇതാ ഇവിടെ 1ാം റാങ്ക് കിട്ടേണ്ട ഒരാൾക്ക് 25ാം റാങ്ക് കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടെ 100ാം റാങ്ക് കിട്ടേണ്ട ഒരാൾക്ക് ചിലപ്പോൾ 1000 ആയിരിക്കും റാങ്ക്, അല്ലെങ്കിൽ 10,000 ആയിരിക്കും റാങ്ക്. അവർക്ക് അവകാശപ്പെട്ട സീറ്റ് നഷ്ടപ്പെടുന്നതിനേക്കാളും നല്ലത് നമ്മളൊരു സർക്കാർ സ്കൂളിൽ ഒരു CBSE സ്കൂളിൽ പോയി ചേരാം എന്ന് ചിലപ്പോൾ വളരെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരാൾ ആലോചിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ ഇത്തരം സിസ്റ്റങ്ങളാണ് ആളുകളെ പ്രൈവറ്റ് സ്കൂൾസിലോട്ട്, CBSE സ്കൂൾസിലോട്ട് പോകാൻ നിർബന്ധിതരാക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റ് വീഡിയോസുമായിട്ട് കാണാം. ബൈ.